കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്പസമയം മുൻപാണ് KGM-CT ഭാരവാഹികൾ അവരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. എന്നാൽ ഇങ്ങനെയൊരു സമരം ഇവിടെ നടക്കുന്നുണ്ടെങ്കിൽ പോലും PG ഡോക്ടർമാരുടെയും ജൂനിയർ ഡോക്ടർമാരുടെയും ഒക്കെ സേവനം ഇന്ന് മെഡിക്കൽ കോളേജിലുണ്ട്. ആ രീതിയിൽ OPയെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പക്ഷേ ആ സമരം ഇവരുടെ ന്യായമായ കുറേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, അതോടൊപ്പം തന്നെ രോഗികൾക്ക് ആനുപാതികമായ തരത്തിൽ ഡോക്ടർമാരെ നിയോഗിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ആ സമരം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. നേരത്തെ തന്നെ ഇന്ന് സമരമുണ്ട്, അത്യാവശ്യമല്ലാത്ത രോഗികളൊന്നും ഇങ്ങോട്ടേക്ക് വരരുത് എന്നൊരു ആഹ്വാനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇപ്പോൾ ഇവരുടെ സമരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് തന്നെ ആ ഒരു എണ്ണവും ജീവനക്കാരുടെ എണ്ണവും ആ രീതിയിൽ കുറവുണ്ട് എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ എന്തായാലും ഇവിടെ ഇവർ സംസാരിക്കുകയാണ്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെൻഷൻ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അതേസമയം പുതുതായിട്ട് പെൻഷൻ സീലിംഗ് വരുമ്പോഴത്തേക്കും പല ആൾക്കാർ എന്തിനാണ് ഇതിൽ ഇത്രയും നാൾ കണ്ടിന്യൂ ചെയ്തത് എന്നുള്ള സംശയങ്ങൾ പലരും പല ഭാഗത്തുനിന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള ഒരു സമരമാണല്ലോ. അതെ അതെ. ഇപ്പം ഇന്ന് എങ്ങനെ OPയെ പൂർണ്ണമായിട്ടും ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങളുടെ സമരം ബാധിക്കുന്നുണ്ടോ? സീനിയർ ഡോക്ടർമാർ, അതായത് മെഡിക്കൽ കോളേജ് ഫാക്കൽറ്റി OPയിൽ പോകുന്നില്ല. PG വിദ്യാർത്ഥികളും ഹൗസ് സർജന്മാരും അവിടെ ഉണ്ടാവും. ഇന്ന് ദീപാവലി ആയതുകൊണ്ട് അങ്ങനെ ജീവനക്കാരുടെ എണ്ണം കുറവുണ്ടോ? അതാണോ പങ്കാളിത്ത കുറവുള്ളത്? അതെ, ഇന്ന് അവധി ദിവസമാണല്ലോ, അപ്പോൾ കുറേ ആൾക്കാർ അവധിയിലും ആയിരിക്കും. അതെ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? ഈ ശമ്പള പരിഷ്കരണം തുടങ്ങിയ ആവശ്യങ്ങളാണ് കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, നമ്മളുടെ പ്രധാന ആവശ്യങ്ങൾ ഒന്ന് ഈ ശമ്പള പരിഷ്കരണം. നമുക്ക് 2016 ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണ ഉത്തരവ് 2020 ലഭിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു സാലറി അരിയർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ആ ഓർഡർ ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 2023-24 വർഷങ്ങളിൽ നൽകുമെന്നായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി യാതൊരു തീരുമാനവും എടുത്തിട്ടില്ല. ആ തരത്തിലാണ്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ സമരം പുരോഗമിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദീപാവലി ആയതുകൊണ്ട് പങ്കാളിത്തക്കുറവ് ഉണ്ട്. അത് സംസ്ഥാനത്തെ മുഴുവൻ മെഡിക്കൽ കോളേജുകളിലും ആ രീതിയിലാണ് ബാധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അതുപോലെ ജൂനിയർ ഡോക്ടർമാരുടെ അതുപോലെ തന്നെ PG ഡോക്ടർമാരുടെ ഒക്കെ സേവനം ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ, വിദ്യാർത്ഥികളുടെ ഒക്കെ സേവനം ഉള്ളതുകൊണ്ട് തന്നെ OPയെ കാര്യമായ രീതിയിൽ ബാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. OPയിൽ ആളുകൾ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ രോഗികൾക്ക് ആനുപാതികമായിട്ടുള്ള സ്റ്റാഫ്, അത് വളരെ പ്രധാനപ്പെട്ടാണ്. പലപ്പോഴും നമുക്കറിയാം സർക്കാർ ആശുപത്രികളിൽ ഡോക്ടർമാരും നഴ്സുമാരൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് രോഗികളുടെ വലിയ തിരക്ക് എല്ലായിടത്തും ഉണ്ടാകും. പക്ഷേ അവർക്ക് ഒരാൾക്ക് നോക്കിയെത്താൻ പറ്റാത്തത്ര അതിലധികം രോഗികളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിയമനം അത് വേഗത്തിൽ സാധ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അതൊക്കെ ന്യായമാണ്. ഒപ്പം അദ്ദേഹം പറഞ്ഞ് ഇപ്പോൾ OP നടക്കുന്നുണ്ട്, അതായത് മറ്റ് ഡോക്ടർമാരുണ്ട്, സീനിയർ ഡോക്ടർമാരാണ് അതിൽ പങ്കെടുക്കാതെ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നത് എന്നാണ്. എന്തായാലും ഇന്ന് എല്ലായിടങ്ങളിലും ഇങ്ങനെയൊരു OP ബഹിഷ്കരണ സമരം ഡോക്ടർമാർ നടത്തുകയാണ്.